കല്യാണ പാർട്ടികൾക്ക് ഇത് സുവർണാവസരം. എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ഈ അവസരത്തിൽ നിങ്ങൾക്ക് 20% ഓഫറിൽ സ്വന്തമാക്കാം. ഇനി ഓണത്തിന് മുന്നേ പർച്ചേസ് തുടങ്ങൂ. മനസ്സിലുണ്ടോ MXലുണ്ട്. MX വെഡിംഗ് സെന്റർ, പെരിന്തൽമണ്ണ റോഡ്, മേലെ പട്ടാമ്പി. പട്ടാമ്പി ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഭരണസമിതി തന്നെ ഫണ്ട് അനുവദിച്ചതാണെന്നും ഉടൻ തന്നെ ഇതിന്റെ പ്രവൃത്തികൾ നടക്കുമെന്നും നഗരസഭാ ചെയർമാൻ TP ഷാജി പ്രതികരിച്ചു. പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ ബസ് വെയിറ്റിംഗ് ഷെഡിൽ ചെയറുകൾ ഒരു മോശമായ രീതിയിലാണ്, അല്ലെങ്കിൽ പൊട്ടിക്കിടക്കുന്ന ചെയറുകളാണ്. കുറേ ചെയറുകൾ മാറ്റിയിട്ടുണ്ട്. നഗരസഭ അവിടെ വാടക വാങ്ങുന്നുണ്ട്. നഗരസഭ അവിടെ പരസ്യത്തിന് പണം വാങ്ങുന്നുണ്ട്. ഇത്രയും വാങ്ങിയ ശേഷവും നഗരസഭ അവിടെ ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. അപ്പം ഞങ്ങൾ കഴിഞ്ഞ മാസം തന്നെ പട്ടാമ്പി ബസ് സ്റ്റാൻഡ് ചെയർപേഴ്സൺ എന്ന നിലക്ക് ഞാനും ഭരണസമിതി അംഗങ്ങളും അവിടെ സന്ദർശിച്ചതാണ്. ഞങ്ങളത് നേരിൽ കണ്ടതാണ്. ഒരു നഗരസഭാ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം പട്ടാമ്പി നഗരത്തിൽ ചെന്ന് കുറച്ച് കസാരകൾ വാങ്ങി അവിടെ ഫിറ്റ് ചെയ്ത് അതിൻ്റെ ബില്ല് കൊടുക്കാൻ സെക്രട്ടറിയോട് നിർദ്ദേശിച്ചാൽ നൽകുന്ന ഒന്നല്ല എന്ന് എല്ലാവർക്കും അറിയാം. ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം. ഒന്ന്, ഭരണസമിതി യോഗത്തിൽ ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്യണം. ആ ചർച്ച ചെയ്ത ശേഷം അതിനാവശ്യമായ ഫണ്ട് വകയിരുത്തണം. അതിനുശേഷം ടെൻഡർ നടപടി പൂർത്തീകരിക്കണം. ടെൻഡർ നടപടി പൂർത്തീകരിച്ച് ടെൻഡർ ഭരണസമിതി അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് അവിടെ സീറ്റ് ഫിറ്റ് ചെയ്യുന്ന നടപടിയിലേക്ക്, അത് ചെറുതും വലുതുമായ എല്ലാ പ്രവൃത്തികളും ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായി മാത്രമേ നഗരസഭയ്ക്ക് ചെയ്ത് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ. 11/6/2026 ഭരണസമിതി യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ പങ്കെടുത്തതാണ്. ഫയൽ നമ്പർ 371/30/95/2026 പട്ടാമ്പി നഗരസഭാ ബസ് സ്റ്റാൻഡ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ യാത്രക്കാരുടെ ഇരിപ്പിടങ്ങൾ അഥവാ ഇരുമ്പ് കസേരകൾ മാറ്റി സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് എന്ന് അജണ്ട നിശ്ചയിച്ചുകൊണ്ടാണ് അന്ന് യോഗം വിളിച്ചു ചേർത്തത്. ആ യോഗത്തിൽ പട്ടാമ്പി ബസ് സ്റ്റാൻഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ യാത്രക്കാർക്കുള്ള ഇരിപ്പിടങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നതിനും ബസ് കേന്ദ്രത്തിൻ്റെ പുറകുവശം ഇരുമ്പ് നെറ്റ് മാറ്റി ഗാർഡൻ ഫെൻസിങ് സ്ഥാപിക്കുന്നതിനും വേണ്ട പ്രവൃത്തികൾ എസ്റ്റിമേറ്റ് അംഗീകരിക്കുന്നതിനും കസാര വാങ്ങി സ്ഥാപിക്കുന്നതിനും പർച്ചേസ് കമ്മിറ്റിക്ക് അനുമതി നൽകിക്കൊണ്ടാണ് അന്ന് ഭരണസമിതി യോഗം തീരുമാനമെടുത്തത്. അന്ന് തന്നെ അതിൻ്റെ എസ്റ്റിമേറ്റ് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. ഈ പർച്ചേസിംഗ് കമ്മിറ്റി യോഗം ചേർന്നു. അടിയന്തരമായിട്ട് വാങ്ങി നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം ഇത്തരത്തിലുള്ളൊരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നഗരസഭാ ഭരണസമിതിയുമായി എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഓഫീസിലെ AE അതുപോലെ തന്നെ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഈ ഉദ്യോഗസ്ഥരോട് ബഹുമാനായ MLAക്ക് ഈ നിലവിലെ എന്താണ് ഇതിനാവശ്യമായ ഫണ്ടുകൾ വകയിരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കാം.